ഹലോ, നമ്മുടെ ബാക്ക് സൈഡിലെ അടുക്കളത്തോട്ടം കണ്ടാലോ? ബാ. ആദ്യം തന്നെ നമ്മുടെ സ്നോ കുക്കുംബറിലോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ സ്നോ കുക്കുംബറിന് തൈ വാങ്ങിച്ചായിരുന്നു, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പോൾ നല്ല ഉഷാറോടെ തന്നെ നമ്മൾ സ്നോ കുക്കുംബറിൻ്റെ തൈ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ കായ്കളും വന്നിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തണലത്താണ് ഗൈസ് നമ്മൾ ഈ പ്രാവശ്യം സ്നോ കുക്കുംബർ നട്ടിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വെയിലെന്ന് പറയുന്ന സാധനമില്ല. പക്ഷേ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഗൈസ് ഇത് നന്നായിട്ട് പൊടിച്ച് കിട്ടുമെന്ന്. അപ്പോൾ ഒരുപാട് കായ്കളും ഒരുപാട് പൂക്കളും ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, വെയിൽ ആവശ്യമില്ല നമ്മുടെ കുക്കുംബറിന്. അപ്പോൾ അടുത്തത് നമ്മുടെ പയറാണ് ഗൈസ്. ഇത് നമ്മുടെ റോക്കറ്റ് പയറും തത്തമ്മ ചുണ്ടൻ പയറുമാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അതും പൊടിച്ചിടുന്നുണ്ട്, അതിൽ കായ്കളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കായ്ച്ച ശല്യം കാരണം നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ശർക്കരയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ചീരയാണ്, ചുവന്ന ചീരയാണ് ഗൈസ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇടയ്ക്ക് തോരൻ വയ്ക്കാൻ വേണ്ടി വെട്ടിയതാണ്. അപ്പോൾ പുതിയ ശിഖരങ്ങളും തിളിർപ്പുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ സുന്ദരി ചീരയുടെ തൈകളാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ കൊച്ചു ട്രായിൽ നട്ടിട്ടുള്ളതാണ്. നന്നായിട്ട് പൊടിച്ചത് നമ്മൾ പാത്രത്തിലോട്ടേക്ക് മാറ്റി. അപ്പോൾ തക്കാളിയുടെ തൈകളൊക്കെ പുതുതായിട്ട് നട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഗ്രോ ബാഗിലും ചീരകളുണ്ട്. ഇത് നമ്മുടെ ഉണ്ട വെണ്ടയ്ക്കയാണ് ഗൈസ്. ഇതൊരു പച്ച നിറവും റോസ് കളർ നിറവുമായി കലർന്നൊരു വെണ്ടയ്ക്കയാണ്. അതും നമ്മൾ തറയിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇതാണ് ഗൈസ്, എന്താ വഴുതനങ്ങയാണ്. വഴുതനങ്ങയോ കത്തിരിക്കയോ എന്തോ ആണ്, പക്ഷെ നീല കളറാണ് ഗൈസ്. അങ്ങനെ അതും നമ്മൾ തറയിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ പച്ചമുളകാണ്. ഇതൊരു 3 തൈ ഒരുമിച്ച് നട്ടതാണ്. അല്ലാതെ നമ്മുടെ ബുള്ളറ്റ് മുളകിൻ്റെ തൈകൾ നിൽപ്പുണ്ട്. ഇത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത ആ ഒരു വെണ്ടയ്ക്ക തൈയാണിത്. നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് അല്ലാതെ കുറച്ച് തൈകൾ നട്ടതാണ്. നമ്മളൊരു 5-6 എന്ത് നട്ടു, അതിൽ 3 പൊടിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ കൃഷിയാണ് ഗൈസ്. ഇത് തക്കാളിയാണ്. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ബാക്കിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ കൊച്ചുള്ളിയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമുക്ക് തോരൻ വയ്ക്കാനും മുട്ടയിലൊക്കെ ഇടാനും നല്ലതാണ് ഗൈസ്. അപ്പോൾ അതും നമ്മൾ ബാക്കിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ചക്കയാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു ഭാഗമാണ് ഗൈസ് ഈ ചക്ക. പിന്നെ നമ്മുടെ പാവയ്ക്കയാണ്. ഇതിനധികം കയ്പൊന്നുമില്ല. അപ്പോൾ അതും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് അത്ര കായ്കളൊന്നും കിട്ടുന്നില്ല, കാരണം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ കായ് ശല്യം കാരണമാണ് ഗൈസ് നമ്മൾ പാവയ്ക്കയുടെ അടുത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ് കായ്കളൊന്നും കിട്ടാത്തത്. അപ്പോൾ നന്നായിട്ട് നിൽപ്പുണ്ട്, പക്ഷേ കായ്കളാണ് കുറവ്. പൂക്കൾ ഒരുപാടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.